കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. ലോകം എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ, എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിലും നമുക്ക് സമാധാനവും സ്വസ്ഥതയും ആയുസ്സും ആരോഗ്യവും എല്ലാ ജീവിത സാഹചര്യങ്ങളും തന്ന് കർത്താവ് നമ്മെ മാനിച്ചു. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വളരെ താല്പര്യത്തോടെ ദൈവത്തിന്റെ വചനം ശ്രവിപ്പാനായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 6 എപ്പിസോഡുകളായി നാം തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നല്ലോ. ഇന്നതിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം നീതിയിലെ അഭ്യാസം. ദൈവത്തിന്റെ വചനം എന്ന വിഷയത്തോടനുബന്ധിച്ച് നീതിയിലെ അഭ്യാസം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം. പുസ്തകമായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം 3ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. വചനം എന്താ പറയുന്നത്? എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിന് ശാസനത്തിന് ഗുണീകരണത്തിന് നീതിയിലെ അഭ്യാസത്തിന് അത് പ്രയോജനമുള്ളതാകുന്നു. ഇന്നത്തെ ലോകം അനവധി തത്വചിന്തകളുടെയും മതചിന്തകളുടെയും ഒക്കെ കാലമാണെങ്കിലും മനുഷ്യന്റെ രക്ഷയ്ക്കും മനുഷ്യന്റെ മനസമാധാനത്തിനും മനുഷ്യന്റെ മനംതിരിവിനും ഒക്കെ ഉപയുക്തമായ ഏക മാർഗം വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന രക്ഷാമാർഗമാണ്. ഇരുമ്പഴികൾക്കോ അതികഠിനമായ ശിക്ഷാരീതികൾക്കോ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടിപ്പൊട്ടിച്ച പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ ചിതലരിച്ച തത്വസംഹിതകൾക്കോ കാലഹരണപ്പെട്ട ഇസ്സങ്ങൾക്കോ പഴുകി ദ്രവിച്ച മാമൂലുകൾക്കോ ഒന്നും മനുഷ്യരെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ രക്ഷകനെ കാട്ടിത്തരുന്ന, രക്ഷയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ പ്രസക്തി എത്ര വലിയതാണ്! എത്രയോ ചരിത്ര പുരുഷന്മാർ ഇവിടെ ജനിച്ച് മരിച്ച് മൺമറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ മസ്തിഷ്കത്താൽ അനുയായികളെ ഇളക്കി മറിച്ചവർ, അവരൊക്കെ ചരിത്രത്തിൽ വിസ്മൃതിയിലാണ്ടുപോയി. എന്നാൽ ചരിത്രത്തെ BC എന്നും AD എന്നും 2ആയി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരുവനുണ്ട്, നസ്രയനായ യേശു ക്രിസ്തു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും കിടുകിട വിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ മെയ്ക്കരുത്തുകൊണ്ട് സാമ്രാജ്യങ്ങൾ കീഴടക്കി, എന്നാൽ ക്രിസ്തുവോ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കി. അലക്സാണ്ടറും നെപ്പോളിയനും മുസോളിനിയും അങ്ങനെയുള്ള ചക്രവർത്തിമാർ തങ്ങളുടെ മെയ്ക്കരുത്തുകൊണ്ട് സാമ്രാജ്യങ്ങൾ കീഴടക്കിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്നേഹം കൊണ്ടാണ് ലോകത്തെ കീഴടക്കിയത്. ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പുസ്തകം അത് അധമനെ ഉത്തമനാക്കുന്നു. ഈ പുസ്തകം അത് അശുദ്ധനെ വിശുദ്ധനാക്കുന്നു. ഈ പുസ്തകം നരക അവകാശിയെ സ്വർഗാവകാശിയാക്കി മാറ്റുന്നു. ഈ പുസ്തകം നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുന്നു. നമുക്കറിയാം, മറ്റു പുസ്തകങ്ങൾ ലോകപ്രകാരമുള്ള അറിവ് നൽകുമ്പോൾ വിശുദ്ധ വേദപുസ്തകം മനുഷ്യ മനസ്സുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആന്തരിക പരിവർത്തനം ഉണ്ടാക്കുകയും അവനെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ 4 സുപ്രധാനമായ ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ 3 ഉദ്ദേശങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചു. ഇന്ന് എൻ്റെ 4ാമത്തെ ഉദ്ദേശത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ന് പറഞ്ഞാൽ all scriptures are given by the inspiration of God. ദൈവത്തിൻ്റെ പ്രചോദനത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ തിരുവെഴുത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ നാം ഓരോരുത്തരും സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസം എന്നിവയ്ക്ക് പ്രയോജനമുള്ളതാകുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ ചിന്തിച്ചത് തിരുവചനം എങ്ങനെ ഉപദേശിക്കുന്നു, ശാസിക്കുന്നു, ഗുണീകരിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തിരുവചനം എങ്ങനെയാണ് ഒരു മനുഷ്യനെ നീതിയിൽ അഭ്യാസം നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താണ് ഈ നീതിയിലെ അഭ്യാസം? അപ്പൊ നീതിയിലെ അഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നീതി എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് നീതി? 119-ാം സങ്കീർത്തനം 172-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119 അതിൻ്റെ 172. അങ്ങയുടെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ എൻ്റെ നാവ് അങ്ങയുടെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. അപ്പൊ നീതി എന്താണെന്ന് വചനം പറയുന്നു. എന്താണ് നീതി? അങ്ങയുടെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ. ഇന്ന് ലോകത്തിൽ വലിയ വിഭാഗം കൽപ്പനകൾ എന്ന് കേൾക്കുമ്പോൾ കരിയളവുന്നവരുണ്ട്. വചനം എന്താ പറയുന്നത്? അങ്ങയുടെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ. അപ്പം ദൈവകൽപ്പനകളാണ് നീതി. അത് ദൈവ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ്. അങ്ങനെയെങ്കിൽ നീതിയിലെ അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവകൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശീലനം. അപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പിടികിട്ടും, ചിന്തിക്കട്ടെ. അപ്പൊ ദൈവ കൽപ്പനകൾ ആണ് നീതിയെങ്കിൽ ദൈവകൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശീലനമാണ് നീതിയിലെ അഭ്യാസം. അങ്ങനെ ദൈവകൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്നവനെയാണ് നീതിമാൻ എന്ന് വചനം പറയുന്നത്. അല്ല നമ്മൾ ചിന്തിക്കുന്നതോടൊന്നുമല്ല കാര്യങ്ങൾ. വചനത്തിന് എല്ലാത്തിനും കൃത്യമായ നിർവചനമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളാണ് നീതി. അത് ദൈവ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നീതിയിലെ അഭ്യാസം എന്ന് പറഞ്ഞാൽ ദൈവ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശീലനം. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് വിളിക്കുന്നത്? നീതിമാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നീതിമാൻ എന്നതിന് തിരുവചനം നൽകിയിരിക്കുന്ന ഒരു നിർവചനമുണ്ട്. നമുക്ക് നോക്കാം. നീതിമാൻ എന്നതിന് തിരുവചനം നൽകിയിരിക്കുന്ന നിർവചനം. നമ്മൾ ചില നിർവചനങ്ങളൊക്കെ പള്ളിയിൽ പറയുമ്പോൾ ആൾ ചിന്തിക്കുന്നത് ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഞങ്ങളുടെ കുഴപ്പങ്ങളാണ് വിളിച്ച് പറയുന്നത്. വചനം പറയാൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. തിരുവചനം എന്താ പറയുന്നത്? നീതിമാൻ ആരാണ്? യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 6 മുതൽ 9 വരെ. യെഹെസ്കേൽ 18 6 മുതൽ 9 വരെ. പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ, ഇസ്രായേൽ ഗൃഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ, കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുകയോ, ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ, ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും, ആരോടും പിടിച്ചു പറിക്കാതെ തൻ്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും, നഗ്നനെ ഉടുപ്പിക്കുകയും, പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും, നീതികേട് ചെയ്യാതെ വണ്ണം കൈമടക്കിക്കൊള്ളുകയും, മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും, എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പം യെഹെസ്കേൽ പ്രവചനത്തിൽ നീതിമാന്റെ നല്ല നിർവചനം കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാ നീതിമാന്റെ ക്വാളിഫിക്കേഷൻ? പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ, ഇസ്രായേൽ ഗൃഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ, അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുന്ന കാണുമ്പം ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ, ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും, ആരോടും പിടിച്ചു പറിക്കാതെ
വിശപ്പുള്ളവൻ അപ്പം കൊടുക്കുകയും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുകയും പലിശയും ലാഭവും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവനാണ് നീതിമാൻ, അവൻ എന്നേക്കും ജീവിച്ചിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് തിരുവചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുകയും ദൈവിക ചട്ടങ്ങളെ അനുസരിക്കുകയും ദൈവിക ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവനാണ് നീതിമാൻ. അപ്പൊ നീതിയിലെ അഭ്യാസം എന്ന് പറഞ്ഞാൽ ദൈവീക കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവിക ചട്ടങ്ങളും ദൈവിക ന്യായങ്ങളും പ്രമാണിച്ചുകൊണ്ട് നേരോടെ നടക്കുന്നവനാണ് നീതിമാൻ. അല്ല ദൈവകൽപ്പന എന്ന് കേൾക്കുമ്പോൾ അത് മാറിപ്പോയി, അത് നീങ്ങിപ്പോയി, കർത്താവ് അതിനെ കുരിശിൽ തറച്ചു, നമ്മൾ കൽപ്പനയ്ക്കെല്ലാം അതീതരായിട്ടുള്ള ആളുകളാണ്, നമ്മളിതൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊന്നും നീതിമാന്മാരല്ല. നീതിമാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും എൻ്റെ ന്യായങ്ങളെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവനാണ് നീതിമാൻ, അവൻ എന്നേക്കും ജീവിച്ചിരിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം: കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവിടുന്ന് നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അപ്പൊ നീതിയിലെ അഭ്യാസം, നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. നീതി എന്താണ്? ദൈവകൽപ്പനകളാണ് നീതി. അപ്പൊ നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളുടെ വഴിയിൽ ജീവിക്കുക. അല്ല കൽപ്പന വേണ്ട എന്ന് പറയുന്നവരെല്ലാം നീതിമാന്മാർ. കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അപ്പൊ കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ നാം നീതിമാന്മാർ ആയിരിക്കേണ്ടതിന് തിരുവചനം നമ്മെ നീതിപാതകളിലൂടെ നടത്തി അഭ്യസിപ്പിക്കുന്നു. അപ്പൊ ദൈവവചനം നമുക്ക് എന്ത് നൽകുന്നു? നീതിയിലെ അഭ്യാസം നൽകുന്നു. യെശയ്യാ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അവിടുത്തെ വായിക്കുന്നത്: ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. എന്നിട്ട് പറയാണ്: നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയുമാകുമായിരുന്നു. അപ്പൊ വചനം പറയാണ്, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടെന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. അപ്പൊ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? ശുഭകരമായി പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ നീതിയിലെ അഭ്യാസം പ്രാപിക്കണമെങ്കിൽ വചനം പറയാ, അയ്യോ നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ദൈവകൽപ്പനകളുടെ വഴിയിൽ നടക്കുവാനുള്ള അഭ്യാസത്തിനാണ് നീതിയിലെ അഭ്യാസമെന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം, എന്തിനാണ് ദൈവം മനുഷ്യനെ തൻ്റെ വചനത്തിലൂടെ നീതി അഭ്യസിപ്പിക്കുന്നത്? അതിന്റെ കാരണം, ഏദൻ തോട്ടത്തിൽ ദൈവത്തോടൊത്ത് വസിച്ചിരുന്ന മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്തായതിനും അവിടെ ദൈവത്തോടുള്ള സന്തോഷത്തിൽ നിന്ന് അകന്നു പോയതിനും കൽപ്പനാലംഘനം മൂലമാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ദൈവകൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചപ്പോഴാണ് അവർ തോട്ടത്തിൽ നിന്ന് ചെയ്ത് പുറത്തായത്. അപ്പൊ ദൈവകൽപ്പനകളെ ലംഘിച്ചു. ഇപ്രകാരം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാനുള്ള ദൈവത്തിന്റെ പരിശീലന പദ്ധതിയാണ് നീതിയിലെ അഭ്യാസം. അപ്പൊ ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യൻ തോട്ടത്തിൽ നിന്നും പുറത്തായി. തോട്ടത്തിൽ നിന്നും പുറത്തായ മനുഷ്യനെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് നടത്തുവാനുള്ള ദൈവത്തിന്റെ പരിശീലന പദ്ധതിയാണ് നീതിയിലെ അഭ്യാസം. അതിനാ ദൈവം തന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ മനുഷ്യന് നൽകിയിരിക്കുന്നത്. അപ്പൊ അന്ന് പ്രമാണത്തെ അനുസരിക്കാതെ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയ മനുഷ്യൻ, അവരുടെ വക്താക്കൾ ഇന്നും ലോകത്തിലുണ്ട്. അവർ പറയുന്ന കൽപ്പനയൊന്നും നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. കർത്താവ് വന്നതോടുകൂടി കൽപ്പനയെല്ലാം മാറിപ്പോയി. എന്തോ ഒരു മണ്ടത്തരം പിടിച്ച ലോകം. പ്രിയമുള്ളവരെ, നീതിയിലെ അഭ്യാസം ദൈവത്തിങ്കിലേക്ക് നമ്മെ നടത്തുവാനുള്ള ദൈവത്തിന്റെ പരിശീലന പദ്ധതി ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ നടത്തി പരിശീലിപ്പിക്കുകയാണ്. അപ്പൊ ചോദ്യം, തൻ്റെ ജനത്തോടൊപ്പം
ഒപ്പം വസിക്കുവാനും അവരെ നീതിയിലെ അഭ്യാസം വരുത്തുവാനും ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അപ്പം മനുഷ്യനെ നീതിയിലെ അഭ്യാസം വരുത്തുവാൻ ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യം. പുറപ്പാട് 25:8 ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. മനുഷ്യനെ നീതിയിലെ അഭ്യാസം വരുത്താൻ ദൈവം പോവുകയാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? 16-ാമത്തെ വാക്യം, ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം. അപ്പൊ ദൈവം പറഞ്ഞു അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എന്നിട്ടോ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാകും. വിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്ത് വെക്കാൻ ഒരു പെട്ടകം ഉണ്ടാക്കണം. 2.5 മുഴം നീളവും 1.5 മുഴം ഉയരവും 1.5 മുഴം വീതിയുമുള്ള ഒരു പെട്ടകം. എന്നിട്ട് പറയാണ്, ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണമാണ് ഈ പെട്ടകത്തിൽ വെക്കേണ്ടത്. അതായത് ദൈവത്തിന്റെ നീതിയുടെ അഥവാ ദൈവ സ്വഭാവത്തിന്റെ പ്രതിഫലനമായ 10 കൽപ്പനകളാണ് പെട്ടകത്തിൽ വയ്ക്കാൻ പറഞ്ഞത്. കാരണം ദൈവം തന്റെ സിംഹാസനം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത് 10 കൽപ്പനകൾ ഇട്ടുവെച്ച പെട്ടകത്തിന്റെ മീതെയുള്ള കൃപാസനത്തിലാണ്. വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? തന്റെ ജനത്തോടൊപ്പം വസിക്കാൻ ആഗ്രഹിച്ചു. അവരെ നീതിയിൽ അഭ്യാസം വരുത്തുവാൻ തീരുമാനിച്ചു. അതിനെന്ത് ചെയ്തു? അവരോടൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കാൻ പറഞ്ഞു. അതിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു പെട്ടകം വെക്കണമെന്ന് പറഞ്ഞു. ആ പെട്ടകത്തിൽ ദൈവത്തിന്റെ 10 കൽപ്പന ഇട്ടുവെക്കണമെന്ന് പറഞ്ഞു. ആ പെട്ടകത്തിന്റെ അതിൽ 10 കൽപ്പന ഇട്ടുവെച്ചിരിക്കുന്ന പെട്ടകത്തിന്റെ മുകളിലുള്ള കൃപാസനത്തിലാണ് ദൈവം തന്റെ സിംഹാസനം വെച്ചത്. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് 25-ന്റെ 21, 22. പുറപ്പാട് 25-ന്റെ 21, 22. കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം. അവിടെ ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും കൃപാസനത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ മധ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. അപ്പൊ ദൈവം എവിടെ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്യുന്നത്? 10 കൽപ്പന ഇട്ടുവെച്ചിരിക്കുന്ന പെട്ടകത്തിന്റെ മുകളിലുള്ള കൃപാസനത്തിൽ. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനം എവിടെ വെച്ചു? 10 കൽപ്പന ഇട്ടുവെച്ചിരിക്കുന്ന പെട്ടകത്തിന്റെ മുകളിലാണ് വെച്ചത്. അപ്പൊ ദൈവത്തിന്റെ നീതിയായ 10 കൽപ്പനകൾ ഇട്ടുവെച്ച പെട്ടകത്തിന്റെ മുകളിലാണ് കൃപാസനത്തെ വെച്ച് അവിടെ ഇരുന്നു കൊണ്ടാണ് ദൈവം സംസാരിച്ചത്. മനസ്സിലാക്കണം, ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ ദൈവ സ്വഭാവത്തിന് മാറ്റമില്ല, ദൈവിക പ്രമാണങ്ങൾക്കും മാറ്റമില്ല, ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനത്തിന് മാറ്റമില്ല. അപ്പൊ ദൈവം മാറ്റമില്ലാത്തവനാണ്, ദൈവ സ്വഭാവം മാറ്റമില്ലാത്തതുമാണ്, ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനം മാറ്റമില്ലാത്തതാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നാം ഇന്ന് ആയിരിക്കുന്ന തെറ്റുകൾ തിരുത്തുവാനായിട്ട് നമുക്കിടയായിത്തീരും. നാം തിരുവചനം പഠിക്കുമ്പോൾ ദൈവം മാറ്റമില്ലാത്തവനാണോ? മലാഖി 3:6 യഹോവയായ ഞാൻ മാറാത്തവൻ. ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒന്ന് പറയുകയും നാളെ ഒന്ന് മാറ്റി പറയുകയും ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഇന്നലെ തന്ന പ്രമാണമൊക്കെ എനിക്ക് തെറ്റിപ്പോയി, നാളെ മുതൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. നോ, യഹോവയായ ഞാൻ മാറാത്തവൻ. ദൈവത്തിന് സ്തോത്രം. ഇനി സങ്കീർത്തനം 93-ന്റെ 2 വായിക്കുന്നു, അങ്ങയുടെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. അപ്പൊ ദൈവസിംഹാസനത്തിനും മാറ്റമില്ല, അത് പുരാതനമേ സ്ഥിരമാണ്. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിനും മാറ്റമില്ല. അപ്പൊ ഈ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം 89-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 89:14 നീതിയും ന്യായവും അങ്ങയുടെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകും. അപ്പൊ ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്താ? നീതിയും ന്യായവുമാണ്. എന്താണ് നീതി? സങ്കീർത്തനം 119-ന്റെ 172 നമ്മൾ വായിച്ചു, അങ്ങയുടെ കൽപ്പനകളൊക്കെയും നീതിയാണ്. ന്യായം എന്താ? റോമർ 5:12 വായിക്കുന്നു. റോമലേഖനം 7-ാം അധ്യായം 12. റോമർ 7:12 വായിക്കുന്നു, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പൊ കൽപ്പന എന്താണ്? ന്യായമാണ്. അപ്പൊ ദൈവകൽപ്പനകൾ നീതിയാണ്, ന്യായമാണ്. അപ്പൊ ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ 10 കൽപ്പനകളാണ് നീതിയും ന്യായവും. അതിന്റെ മുകളിലാണ് ദൈവം തന്റെ സിംഹാസനം വച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശീലന പദ്ധതിയാണ് നീതിയിലെ അഭ്യാസം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ 10 കൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരുവന് മാത്രമേ ദൈവസിംഹാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല ദൈവകൽപ്പന എന്ന് കേൾക്കുമ്പോൾ അയ്യോ അത് മാറിപ്പോയി, അത് നീങ്ങിപ്പോയി, നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാ, കർത്താവ് വന്നപ്പോൾ അതെല്ലാം കുരിശിൽ തറച്ചു,
ഇനി ഒരു പ്രമാണം അനുസരിക്കേണ്ടതില്ല, പിശാചിന്റെ ഉപദേശം. കാരണം എന്താണ്? മനുഷ്യൻ ദൈവകൽപ്പന അനുസരിക്കാതെ പാപത്തിൽ ജീവിക്കുമ്പോൾ അവൻ സ്വർഗാവകാശിയാകുന്നതിന് പകരം നരകാവകാശിയായി മാറും. പിശാച് കൈകൊട്ടിച്ചിരിക്കും. ഈ ഉപദേശം കൊണ്ട് നടക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശീലന പദ്ധതി, നീതിയിലെ അഭ്യാസം, ദൈവസിംഹാസനത്തിലേക്ക്, ദൈവകൽപ്പന ലംഘിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായ മനുഷ്യനെ ദൈവത്തിങ്കലേക്കും ദൈവസിംഹാസനത്തിലേക്കും നടത്തുവാനുള്ള ദൈവത്തിന്റെ പരിശീലന പദ്ധതിയാണ് നീതിയിലെ അഭ്യാസം, ദൈവകൽപ്പനകളുടെ വഴിയിൽ നടക്കുവാനുള്ള പരിശീലനം. ദൈവത്തിന്റെ സ്തോത്രം. നാം ഈ പരിശീലന പദ്ധതിയിലൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് യെഹെസ്കേൽ 18:23. യെഹെസ്കേൽ 18:23. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പം ഒരു മനുഷ്യനും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് എപ്രകാരം സാധിക്കും? യെഹെസ്കേൽ 18:21. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. ദുഷ്ടൻ എന്തോ ചെയ്യണം? ദൈവിക ചട്ടങ്ങളെ അനുസരിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളെ അനുസരിക്കണമെന്ന്. നീതി ദൈവകൽപ്പനയാണ്, ന്യായം ദൈവകൽപ്പനയാണ്. അപ്പൊ ദുഷ്ടൻ തന്റെ ദുഷ്ടതയെല്ലാം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കണം എന്നുവെച്ചാൽ ദൈവകൽപ്പനകളെ അനുസരിക്കണം, നീതിയിൽ അഭ്യാസം പ്രാപിക്കണം. എന്നാൽ ദൈവകൽപ്പനകളെ അനുസരിക്കണമെന്ന് മനസ്സിലാക്കി ഒരുവനത് വിട്ടുപോയാലോ? യെഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നു 18:24. എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതി ഒന്നും കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും. അപ്പൊ നാം നമ്മുടെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചാൽ, അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മെ എന്ത് ചെയ്യുന്നു? നീതിയിലെ അഭ്യാസം വരുത്തുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന വഴിയിൽ നമ്മെ പരിശീലിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം എങ്ങനെയുള്ളവരാണ്? ദൈവകൽപ്പനകൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണോ? അത് മാറിപ്പോയെന്ന് പഠിപ്പിക്കുന്നവരാണോ? അത് കുരിശിൽ തറച്ചു കളഞ്ഞെന്ന് പഠിപ്പിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ നാം എത്തേണ്ട സ്ഥാനത്ത് എത്തത്തില്ല പ്രിയമുള്ളവരെ. അപ്പൊ ദൈവകൽപ്പനകളുടെ വഴി സഞ്ചരിക്കുവാനും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനും നമ്മെ തന്നെ സമർപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. തിരുവചനം അടിയങ്ങളെ നീതിയിലെ അഭ്യാസം വരുത്തുന്നുവല്ലോ. ദൈവകൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. സങ്കീർത്തന അടിയങ്ങൾ വായിക്കുന്നു, അങ്ങന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ അങ്ങയുടെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ദൈവകൽപ്പനകളുടെ വഴിയിൽ ഓടുവാൻ, സഞ്ചരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതങ്ങളിൽ വ്യതിയാനം ഉണ്ടാകുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കണമേ. രോഗത്താലും ഭാരത്താലും കഷ്ടതയാലും കടബാധ്യതകളാലും ഒക്കെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് മനസ്സറിയണമേ. നല്ല സമർപ്പണത്തോടെ പ്രിയമക്കൾ പ്രാർത്ഥിപ്പാൻ അവരെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവർ പറയുക. യൂട്യൂബിലും കാണാം. ജോയിമോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഓരോ പ്രഭാതങ്ങളിലും, എല്ലാ പ്രഭാതങ്ങളിലും ദൈവത്തിന്റെ വചനവുമായിട്ട് നമുക്ക് ആരംഭിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ശ്രീ പേരകത്ത് ചെറിയൻസ്കറി എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധോപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു പൂർണ്ണ ഗ്രന്ഥം. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും ലളിതമായും യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങൾ ഇത് നിങ്ങൾക്കായി തികച്ചും സൗജന്യമായി അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക: 9747097977. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയിമോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണ്.
സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ് തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9749097977. നമ്പർ ഒരിക്കൽ കൂടി 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.